ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് യൂട്യൂബ് ചാനലിൽ എങ്ങനെ നമ്മളുടെ വാച്ച് ഹിസ്റ്ററി അതേപോലെ തന്നെ നമ്മൾ സെർച്ച് ഹിസ്റ്ററി ഒക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ എത്തുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളുടെ ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലീൻ ആക്കി യൂട്യൂബ് ഫ്രഷ് ആക്കാൻ നമുക്ക് യൂട്യൂബിൽ തന്നെ ഉള്ള ഒരു സെറ്റിങ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഒരുപാട് നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബ് ഏത് ടൈമിലും ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ആ സെർച്ച് ചെയ്ത ആ ഒരു വീഡിയോയുടെ തുടർ വീഡിയോകളാണ് നമുക്ക് സജസ്റ്റഡ് ആയിട്ട് നമ്മളുടെ യൂട്യൂബിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററിയും അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഹിസ്റ്ററിയും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ എന്ത് കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പുതിയ വീഡിയോകൾ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ടിയുള്ള ഒരു 2 സെറ്റിങ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലും ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഓരോ കാര്യവും സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണുക. അതേപോലെ തന്നെ നമ്മൾ അതിൽ സെർച്ച് ചെയ്യുന്നതോടൊപ്പം നമ്മൾ വാച്ച് ചെയ്യുന്ന വീഡിയോകളും നമ്മളുടെ യൂട്യൂബിൽ ഒരുപാട് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് സജസ്റ്റഡ് ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെയാണ് റീഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ അറിയാത്തവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഇമെയിൽ ഐഡിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കാണിച്ചു തരാം. മുകളിൽ നിങ്ങൾ കാണുന്നുണ്ട്, സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിൽ വാച്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സെർച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ മുകളിൽ കാണുന്ന സെറ്റിങ്സ് എന്നൊരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും മാനേജ് ഓൾ ഹിസ്റ്ററി എന്നത് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ റീഫ്രഷ് ആകാൻ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുക എന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതോടൊപ്പം മുകളിൽ സേവിങ്സ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി, അതേപോലെ തന്നെ ഓട്ടോ ഡിലീറ്റ് 36 മാസത്തെ യൂട്യൂബിലെ വീഡിയോകൾ വരെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിവിടെ ഡിലീറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ റീഫ്രഷായി പുതിയതായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ടുഡേ, അതേപോലെ തന്നെ ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, അതേപോലെ തന്നെ ഡിലീറ്റ് ഓൾ ടൈം, എല്ലാ ടൈമിലുള്ള വീഡിയോകളും ഡിലീറ്റ് ചെയ്ത് കളയണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ഓൾ ടൈം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു പേജിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ ഫുള്ള് ഡിലീറ്റായി എന്നാണ് കാണുന്നത്. ഡിലീറ്റ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗോ ഇറ്റ് എന്നതിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള ഞാൻ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് ഒന്ന് പോവുകയാണ്. ഹോം പേജിൽ പോയി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സെർച്ച് ചെയ്ത ഒരു സംഗതികളും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പുതിയതായിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പുതിയ വീഡിയോകളായിരിക്കും ഇതിലെനിക്ക് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.